ഇത്തവണ CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും അധികം തിരയുന്ന മുഖങ്ങളിൽ ഏറ്റവും പ്രധാനം വർഷങ്ങളോളം പാർട്ടിയുടെ അമരത്ത് നയിച്ച കരുത്തനായ കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ചേരുന്ന സംസ്ഥാന സമ്മേളനം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരി നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛൻ്റെ ഒരു അസാന്നിധ്യത്തിൽ ഈ സമ്മേളനത്തിനായി തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്തത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവില്ലാത്ത ഒരു CPMൻ്റെ സംസ്ഥാന സമ്മേളനം. ഈ പാർട്ടി അണികൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു വൈകാരികമായ അതിനെ ആ രീതിയിലാണ് സമീപിക്കുന്നത്. എങ്ങനെയാണ് ബിനീഷ്? ഞാനിവിടെ ആദ്യത്തെ പാർട്ടി സമ്മേളനമാണ്, അച്ഛനില്ലാത്ത ആദ്യത്തെ പാർട്ടി സമ്മേളനമാണ്. സ്വാഭാവികമായിട്ടും ഈ പാർട്ടി സമ്മേളനങ്ങളാണ് അച്ഛനുമായിട്ട് നമുക്കൊരുമിച്ച് ഈ 3 വർഷത്തിലൊരിക്കലൊക്കെ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം ഈ സമ്മേളനങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ തന്നെയായിരുന്നു. പാർട്ടി കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരൽ, പാർട്ടി നേതാക്കൾ തമ്മിലുള്ള കുടുംബങ്ങൾ, ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത്, അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പാർട്ടി സംസ്ഥാന സമ്മേളനവും അഖിലേന്ത്യാ സമ്മേളനവും ഒക്കെ പാർട്ടി കോൺഗ്രസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യാത്രകളും പാർട്ടി സമ്മേളനങ്ങളും തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നത് വരെയുള്ള സ്വാഭാവികമായിട്ടും അത്തരത്തിലേക്ക് പാർട്ടി സമ്മേളനത്തിൽ വരുന്നു. അച്ഛനില്ലാത്ത ആദ്യത്തെ സമ്മേളനം അത്തരത്തിൽ വന്ന് ഈ സമ്മേളന നഗരിയിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാ പാർട്ടി സഖാക്കൾ, ഇപ്പം നേതാക്കന്മാരായിട്ടുള്ള ആളുകളും പാർട്ടി താഴേക്കിടയിലുള്ള നമ്മുടെ അണികളായിട്ടുള്ള സഖാക്കളും പാർട്ടി സഖാക്കളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ നമ്മുടെ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ സഖാക്കളും സമ്മേളന നഗരിയിൽ പ്രവേശിക്കുമ്പോൾ അവരെല്ലാം വന്ന് സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ എത്രമാത്രമാണ് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് കോടിയേരിയെ നഷ്ടപ്പെട്ടു എന്നുള്ള വലിയൊരു തിരിച്ചറിവ് കൂടിയായിട്ടാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാറിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ചിട്ട് ഒരിക്കലും നികത്താൻ പറ്റാത്ത വ്യക്തിപരമായിട്ടുള്ള വലിയ വിടവ് നിലനിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായിട്ട് എന്തുമാത്രമാണ് CPMനെ സംബന്ധിച്ചിട്ടും പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിട്ടും നേതാക്കളെ സംബന്ധിച്ചിട്ടും ഉണ്ടാക്കിയൊരു വിടവ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് ഇന്നത്തെ ദിവസത്തോട് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. എല്ലാ സഖാക്കളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ഞങ്ങൾക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ പോയി, എന്തും കേൾക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു നേതാവായിരുന്നു കോടിയേരി. ഞങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടിയുടെ അടുത്തുള്ളൊരു പരിഭവങ്ങളോ പാർട്ടിയുടെ അടുത്തുള്ള എന്തെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ കോടിയേരി സാറിൻ്റെ അടുത്ത് ഏത് സമയത്തും പോയി സംസാരിക്കുവാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ സംസാരിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തിനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി അച്ഛനിൽ നിന്നുണ്ട്. അപ്പോൾ ഒരു ക്രൈസിസ് മാനേജർ എന്ന് പറയുന്ന റോളിൽ അച്ഛൻ എങ്ങനെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്, പാർട്ടിയുടെ മുന്നണിയെ ചേർത്ത് പിടിക്കുന്നതിൽ എന്തൊക്കെയാണ് അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും പറയുമ്പോൾ ഓരോ അനുഭവങ്ങളിലൂടെ അവരനുഭവിച്ച കോടിയേരിയാണ് ഓർത്തെടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അത് പറയുമ്പോൾ ഇപ്പോഴും ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഓരോ നിമിഷവും ഓരോ സമയത്തും കോടിയേരി ഓർക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ എന്നെ സംബന്ധിച്ചിട്ട് പാർട്ടി സഖാക്കൾ തരുന്ന ഈ സ്നേഹം മുന്നോട്ട് പോകാനുള്ളൊരു കരുത്ത് കൂടിയായിട്ടാണ് കാണുന്നത്. ബിനീഷ് പറഞ്ഞതാണ് കറക്റ്റ്. എപ്പോഴും അണികൾക്കിടയിലായാലും അല്ലെങ്കിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കായാലും ഇത്രയും വർഷത്തെ ഒരു മാധ്യമ ജീവിതത്തിൻ്റെ ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ CPM നേതാക്കൾ, പ്രത്യേകിച്ച് മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളിൽ ആ ഒരു ചിരിക്കുന്ന മുഖം, ഒരിക്കലും ആ ചിരി കെടാത്തൊരു മുഖത്തോടുകൂടി എത്ര പ്രൊവോക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് മാത്രം മറുപടി പറയുന്ന ഒരു നേതാവിനെ, അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും. ആ ഒരു മുഖം നമുക്ക് നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെയും ബിനീഷ് പറഞ്ഞതുപോലെ ഈ മുന്നണി സമവാക്യത്തെയും ആ ഒരു കെമിസ്ട്രി അദ്ദേഹത്തെ കൂടെ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെ പോലെ ആ രീതിയിൽ കെട്ടുറപ്പോടുകൂടി മുന്നണിയെ കൊണ്ടുപോകാൻ പറ്റിയൊരു നേതാവില്ല. അത് പലപ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ പോലും നമുക്ക് CPI ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നതിൽ എത്രത്തോളം വിടവ് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. അല്ല, അച്ഛനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ LDF മുന്നണിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ അവരെ കാണുമ്പോഴും അവർ പറയുന്നത്, ഇപ്പം നേരത്തെ മുന്നണികൾ തമ്മിൽ എപ്പോഴും പാർട്ടികൾ തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകുന്നു. ആ അഭിപ്രായങ്ങളെയൊക്കെ തന്നെ കോടിയേരി വന്ന് നമ്മളടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് അതിനൊരു സമവാക്യം ഉണ്ടാകും എന്നുള്ളതാണ് അവരെല്ലാവരും പറയുന്നത്. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും, ഇപ്പോൾ എത്രമാത്രം വ്യക്തിപരമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും ആ പ്രതിസന്ധികൾ മറ്റുള്ളവർ, ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കോ എൻ്റെ ചേട്ടനോ അമ്മയ്ക്കോ ഒന്നും ആ പ്രതിസന്ധികൾ പകർന്നു തരാൻ വേണ്ടി തരാം. അതെല്ലാം അച്ഛൻ വളരെ ചിരിച്ചുകൊണ്ട് എന്ത് വലിയ പ്രശ്നങ്ങളുണ്ട് വരട്ടെ നോക്കാം, ഇതാണ് എപ്പോഴും പറയുന്നൊരു വാചകം. അപ്പം അതൊക്കെ തന്നെ എന്തുമാത്രമാണ് ആ വാചകങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അച്ഛന് കിട്ടിയ കരുത്ത്, അച്ഛൻ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ വലിയ ഉത്തരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ വേറൊരു ചോദ്യം പ്രസക്തം വന്നത്, പിണറായി വിജയൻ എന്നൊരു സഖാവ്
അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നൊരു നേതാവ് ഇപ്പോൾ തുടർച്ചയായി തുടർഭരണത്തിലെത്തുന്നു. വീണ്ടും മൂന്നാം തവണയും ഒരു ഇടതു സർക്കാർ തന്നെ അധികാരത്തിൽ വരാനുള്ള പ്രതീക്ഷയിൽ ആ ഒരു ആത്മവിശ്വാസത്തിലുമാണ് CPM സംസ്ഥാന സമ്മേളനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെ തന്നെ. പിണറായി വിജയൻ എന്ന നേതാവും കോടിയേരി ബാലകൃഷ്ണൻ, ഈ രണ്ട് നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധവും ഒരു കെമിസ്ട്രി അത് വളരെ വലുത് തന്നെയാണ്. അവർ തമ്മിലുള്ള അത്രയും വിളിച്ചുവരുന്നൊരു ബന്ധം തന്നെയായിരുന്നു. അവിടെ എപ്പോഴെങ്കിലുമൊക്കെ വ്യക്തിപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയമായോ ഇപ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിന് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു അഭാവം ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു അനുഭവപ്പെട്ടിട്ടുണ്ടോ രാഷ്ട്രീയമായിട്ടുള്ള? രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കോടിയേരിയുടെ വിയോഗത്തിലൂടെ സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിനാണ് രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ അദ്ദേഹത്തെ അടുത്തറിയുന്ന എല്ലാവരും പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്തൊക്കെ പങ്കുവച്ചിട്ടുള്ള കാര്യം. കാരണം അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി, അവർ തമ്മിലൊരു കോമ്പിനേഷൻ അതെന്തായിരുന്നു എന്ന് അവസാനത്തെ പയ്യാമ്പലത്തിലുള്ള പിണറായി സാഹിബിൻ്റെ ഒറ്റ പ്രസംഗത്തോടുകൂടി എല്ലാവർക്കും മനസ്സിലാണ്. അപ്പം ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും വലിയ വിടവ് സംഭവിച്ചു, രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പിണറായി സാഹിബിന് തന്നെയാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അച്ഛന് ശേഷവും അച്ഛന് മുമ്പുമൊക്കെയുള്ള ഒരു ആ കാലയളവിൽ, അത് ഒത്തിരി മുമ്പ് നോക്കണ്ട, അച്ഛന് കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവ് പാർട്ടിയുടെ അമരത്തിരുന്നപ്പോഴും അതിനുശേഷമുള്ളൊരു സമയത്ത് നമുക്കങ്ങനെ രണ്ട് രീതിയിലായി കാണാൻ പറ്റും. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ആ രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. ബിനീഷ് കോടിയേരിക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത്തരത്തിലേക്കുള്ള ഈ പറയുന്ന പോലെ പാർട്ടി എപ്പോഴും CPMൻ്റെ അകത്തൊക്കെ എപ്പോഴും പല തരത്തിലുള്ള പ്രശ്നങ്ങളും കടന്നു വരാം. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കേൾക്കുവാനും പരിഹരിക്കപ്പെടുവാനും വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കോടിയേരിയുള്ള സമയത്ത്. അങ്ങനെ പറ്റിയിട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ കൃത്യമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛനുള്ള സമയത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലുള്ള വിലയിരുത്തലൊന്നും ഇതിലോട്ടൊന്നും ഞാൻ പോകുന്നത് ശരിയല്ല. അത് പാർട്ടി എന്ന രീതിയിൽ തന്നെ ഇത്തരത്തിലേക്കുള്ള വിടവുകളൊക്കെ തന്നെ കൂട്ടായ ഉത്തരവാദിത്തത്തിലൂടെ കൂട്ടായ പ്രയത്നത്തിലൂടെയൊക്കെ തന്നെയാണ് മറികടക്കാൻ വേണ്ടി എപ്പോഴും പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പാർട്ടിയിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ വരുന്ന കൂട്ടുത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഈ പാർട്ടി ആ പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. വ്യക്തിപരമായിട്ട് പിണറായി സാഹിബിന് ഉണ്ടായിട്ടുള്ള നഷ്ടം വളരെ വലുതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ വരുമ്പോൾ, ഇവിടെ ഇത് കാണാനായി വരുമ്പോൾ എന്തായാലും അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഉറപ്പായി ഒന്ന് ചിന്തിക്കാം. അങ്ങനെ ഒരു ചോദ്യം പോലും ഉന്നയിക്കേണ്ടി വരുന്നില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഗാലറിയിലൊക്കെ ഇരുന്ന് മാറിയിരിക്കേണ്ടി വരുന്നു എന്നൊരു ഫീലിംഗ് കോടിയേരി സഖാവിൻ്റെ കുടുംബത്തിനുണ്ടോ? ഇല്ല, ഞങ്ങളെപ്പോഴും അങ്ങനെയുള്ള പാർട്ടി സമ്മേളനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഇറങ്ങി തന്നെയാണ് ഇരിക്കാറ്. ഞങ്ങൾ ഇന്ന് കുറച്ചുകൂടി മുന്നിലാണ് ഇരിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെയല്ലല്ലോ. പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയുന്നത് ഈ പാർട്ടി ഞങ്ങളുടെയും കൂടിയല്ലേ, ഞങ്ങളുടേതും കൂടി ചേർന്ന ഒരു പാർട്ടിയല്ലേ. അപ്പോൾ ഈ പറയുന്ന 5.5 ലക്ഷം വരുന്ന പാർട്ടി അംഗങ്ങളും അതിനേക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന പാർട്ടി അനുഭാവികളും കൂടി ചേർന്നിട്ടുള്ളതല്ലേ ഈ പാർട്ടി എന്ന് പറയുന്നത്. ഇതിലൊന്നും എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ആ പാർട്ടിക്കകത്ത് എല്ലാവരും നിൽക്കുന്നത്. അച്ഛൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്, 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരും ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികളും ഉള്ള ഈ പാർട്ടിക്കകത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ വേണ്ടി താല്പര്യപ്പെടാതെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലേക്കുള്ള കരുത്തുമായിട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് CPIM എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ അമ്മയ്ക്ക് വെറുതെ ഒന്ന് വരണമെന്നോ അങ്ങനെ ആ രീതിയിലുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നോ, അതോ അമ്മ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണോ? അമ്മയ്ക്ക് ഈ പാർട്ടി സഹാക്കളെല്ലാം തന്നെ വളരെയേറെ നിർബന്ധിക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വം വിളിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് വൈകാരികമായിട്ട് ഇവിടെ വരുമ്പോഴുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു വൈകാരികതയൊന്നും ഉണ്ടാകുമെന്ന് എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇത്ര നാൾ കഴിഞ്ഞിട്ടും സഖാക്കൾ അച്ഛൻ്റെ അടുത്ത് അച്ഛനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് എൻ്റെ അടുത്ത് അത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയൊരു വൈകാരികതയാണ്. അങ്ങനെ ആരായാലും ഒരു പൊട്ടിപ്പോവും. എന്തായാലും ബിനീഷ് കോടിയേരി പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആ ഒരു വിടവ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിനുള്ളതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് താഴെത്തട്ടിലുള്ള അണികൾക്ക് പോലും ഉണ്ടാകുന്നത്. അദ്ദേഹം സമ്മേളന വേദിയിലെത്തുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് പോലും അത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. ക്യാമറാമാൻ രാജേഷിനൊപ്പം അൻഫിലിറ്റി സൂസ.